ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി നെക്ക് ഡിസൈൻ ആയിട്ടുള്ളൊരു നൈറ്റിയാണ്. അപ്പോൾ 3 പീസ് നൈറ്റിയൊക്കെ വരുന്ന രീതിയിൽ വേറൊരു കോൺട്രാസ്റ്റ് കളറിൽ ചെറിയൊരു പീസ് ഫ്രണ്ടിൽ വരുന്ന രീതിയിലൊരു നൈറ്റിയാണ് ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഈ നൈറ്റി മെറ്റീരിയൽ 3 മീറ്റർ വരുന്ന നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു പിങ്ക് കളർ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ കളർ വരുന്നൊരു പീസും കൂടി ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തുണി നമുക്ക് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4ആയിട്ട് മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രിൻറ്റ് വരുന്നതായതുകൊണ്ട് അപ്പം നമ്മൾ നേരെ കട്ടൊന്നും ചെയ്യാണ്ട് മടക്കിയിടുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന പ്രിൻറ്റ് ബാക്ക് വശത്തേക്ക് വരുമ്പോൾ നേരെ തലതിരിഞ്ഞിട്ടായിരിക്കും വരിക. അതുകൊണ്ട് ഇത് പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ ആ ഫ്ലവറിൻ്റെ ഡിസൈൻ താഴോട്ടേക്ക് തലകുത്തിക്കുന്ന പോലെ തോന്നാം. അതിന് വേണ്ടിയിട്ട് അത് 2 പീസാക്കിയിട്ട് മടക്കിയിട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നൈറ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് അളക്കാം. ഞാനിപ്പോൾ ഇവിടെ 55 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 56 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 56 ഇഞ്ച് അളന്നെടുക്കുമ്പോഴേക്കും ഏകദേശം നൈറ്റി മീറ്ററിൻ്റെ ഫുൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഫുൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ അളന്നെടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ആം ഹോളും 7.5 അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ നമുക്ക് നെക്ക് വിഡ്ത്ത് ഒരു 3.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് 2 അളവെടുക്കുന്നുണ്ട്. ഒന്നും അതിൻ്റെ നെക്കിൻ്റെ യഥാർത്ഥ അളവും അതുപോലെ താഴേക്കൊരു പീസ് വരുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അളവും. ആദ്യത്തേത് 4.5 എടുത്തു, പിന്നെ ഒരു 7.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് നെക്കിന് ഒരു 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണ്ട വെച്ചാൽ നിങ്ങളിപ്പോൾ ഫ്രണ്ട് നെക്ക് നന്നായിട്ട് ഇറക്കം വേണമെങ്കിൽ ആ ഇറക്കത്തിന് കണക്കായിട്ടാണ് 4ന് പകരം നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് 5 വേണം 5 എടുക്കാം, 6 വേണമെങ്കിൽ 6 എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് താഴത്തേക്കും ഇതിനനുസരിച്ച് ഇപ്പോൾ 4, 5, 6, 7, 3 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അത് താഴത്തേക്ക് നിങ്ങൾ 3 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നെക്ക് ആദ്യത്തെ 4ന് പകരം എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം, താഴത്തേക്ക് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ 3ഉം കൂടി ഇതിങ്ങനെ ഒരു ബോക്സാക്കി വരച്ചതിന് ശേഷം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഇഞ്ച് അവിടെ കോർണറിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു റൗണ്ട് നെക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടത്തെ പീസിൽ വരച്ച അതേ അളവുകൾ ബാക്കത്തെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 4.5 ഇഞ്ച് എടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും പുറത്തോട്ടേക്ക് 1 ഇഞ്ച് ഇങ്ങോട്ട് നീട്ടി അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ മേലേക്ക് ഇങ്ങനെ വളച്ചെടുത്തതിന് ശേഷം ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു നെക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരച്ചെടുക്കണം. അതിനുശേഷം താഴോട്ട് ആ 7.5 ഇഞ്ച് നമ്മൾ വരച്ചെടുത്തല്ലോ അവിടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ 7 ഇഞ്ചിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തല്ലോ ആ പോയിന്റിൽ നിന്നും ഒരു 2.5 ഇഞ്ച് ആ പോയിന്റിൽ 2.5 ഇഞ്ചിൻ്റെ ആ ഒരു ലൈൻ വെച്ചിട്ട് മുകളിലോട്ടേക്ക് അങ്ങനെ വെച്ച് വരച്ചു കൊടുക്കണം. അതായത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 2.5 ഇഞ്ച് മുകളിലോട്ടേക്ക് വരിക, തൊട്ടപ്പുറത്ത് വെച്ച് 2.5 ഇഞ്ച് മുകളിലോട്ടേക്ക് വരിക. അങ്ങനെ ലാസ്റ്റ് ഈ നമ്മൾ പുറത്തേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ വരച്ചല്ലോ ആ പോയിന്റ് വരെ ഇങ്ങനെ 2.5 ഇഞ്ചിൻ്റെ വെച്ചിട്ട് മുകളിലോട്ടേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം ആ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഓരോ പോയിന്റിലും ഇതിപ്പോൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 2.5 ഇഞ്ചിൻ്റെ ആ പോയിന്റിൽ വെച്ചിട്ട് അങ്ങ് അറ്റത്തെത്തുന്നത് വരെ ഈ 2.5 ഇഞ്ച് ഇങ്ങനെ വെച്ച് ആ പുറത്തോട്ട് എക്സ്ട്രാ വരച്ച ആ 1 ഇഞ്ചിൻ്റെ ആ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ട് അവിടെ നിർത്തണം. എന്നിട്ട് പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ലൈൻസ് എല്ലാം കൂടി ഈ പോയിൻറ്റ്സ് എല്ലാം കൂടിയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് അതും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം.
ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വരച്ച് വെച്ച് അതിലൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കിട്ടിയ പീസിൽ നിന്നും ഇപ്പം നമ്മൾ 2.5 ഇഞ്ച് വെച്ച് വരച്ച പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ച സ്ഥലത്തില്ല ആ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആവശ്യമുള്ള പീസാണ്. ഇതെടുത്ത് വെക്കണം. എന്നിട്ട് ആ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നും ആം ഹോൾ വരച്ചവിടത്തേക്ക് ഒരു വര വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. ചെസ്റ്റ് ഇവിടെ വേണ്ടത് 44ആണ്. അപ്പോൾ അതിൻ്റെ 4 എടുക്കുക, 11. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂടി കൊടുക്കും. നമ്മൾ നൈറ്റിക്കൊക്കെ 1 ഇഞ്ച് ലൂസൊക്കെ കൊടുക്കും. കറക്റ്റ് ഫിറ്റായിട്ടൊന്നുമല്ലോ തയ്ക്കുന്നത്. അപ്പം 11ൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും പിന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് 13 ഇഞ്ചിലാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ആം ഹോളിലേക്ക് വരച്ച ആ പോയിൻറ്റിൻ്റെ കൃത്യം പകുതി, ഇപ്പോൾ 7.5 ഇഞ്ചിൻ്റെ പകുതിക്ക് വെച്ചിട്ട് 1.5 ഇഞ്ച് ഈ കോർണറിൽ നിന്നും അവിടേക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് ആ 2 പോയിൻറ്റും കൂടി യോജിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ആം ഹോളും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റാണ് കൊടുക്കുന്നത്. വേസ്റ്റ് മെഷർമെൻറ്റ് ഞാനൊരു 15 ഇഞ്ചിൽ ആണ് കൊടുക്കുന്നത്. അവിടെ വെച്ച് നമുക്ക് വേസ്റ്റ് 40 ആണ്. അപ്പോൾ 40യുടെ 4/1 10 കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ലൂസും കൊടുത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് 12ലാണ് ഞാനിവിടെ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡായിട്ട് ഇങ്ങനെ ലൈൻ കട്ട് പോലെ താഴേക്ക് നേരെ അങ്ങ് ആ താഴത്തെ കോർണറിലേക്ക് ഇത് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല. ഇതിപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതിന് ശേഷമല്ലേ 2ആയിട്ട് മടക്കി വെച്ചത്. അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ അവിടെ അറ്റത്തൊരു ജോയിൻറ്റ് വരും. അത് രണ്ടും കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ സ്ലീവ്സ് എടുക്കാൻ പറ്റും. അതുപോലെ ഇത് വലിയൊരു സൈസ് നൈറ്റി ആയതുകൊണ്ട് ചെറിയൊരു സ്ലീവ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സ്ലീവ് നമുക്ക് വേറെ ഏതെങ്കിലും പീസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം നേരത്തെ ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പിങ്ക് നമ്മൾ ഈ പിങ്കിൻ്റെ പീസ് വേണ്ട സ്ലീവായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ നടുക്ക് വെച്ച് നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവായിട്ട് കൊടുക്കാം. അത് ഞാൻ പിന്നെ കാണിക്കാം. ഇനി നമുക്കൊരു ക്യാൻവാസ് പീസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പീസ് പിന്നേക്ക് ആവശ്യം വരുന്ന പീസ് എടുത്ത് വെക്കണം. ആ പീസ് ക്യാൻവാസ് പീസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അത് 2ആയിട്ട് മടക്കിയിട്ട് ഈ ക്യാൻവാസും 2ആയിട്ട് മടക്കിയിട്ട് ആ മടക്കി വരുന്ന ഭാഗങ്ങൾ അടുത്തടുത്ത് വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് സെയിം നമ്മൾ അതുപോലെ തന്നെ വരച്ചു കൊടുത്താൽ മതി. പക്ഷേ താഴെ ഭാഗത്തും ഇപ്പുറത്തെ സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഈ ഒരു സൈഡിലും അതുപോലെ താഴെ ഭാഗത്തും 1/2 ഇഞ്ച് എക്സ്ട്രാ വരണം. മുകൾ ഭാഗത്ത് അതുള്ള എത്രയെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിന് നമുക്കിതാകെ ഇങ്ങനെ ഇത്രയൊരു പീസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു സ്ലീവ് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പിങ്ക് പീസ് ഒന്ന് സൈഡിൽ ഇങ്ങനെ ഒന്ന് 1 ഇഞ്ചല്ല ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ലെങ്ത്ത് കറക്റ്റ് ആവും. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ച് നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. ഞാനൊരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
അതിനുശേഷം താഴെ നമ്മുടെ ആം ഹോൾ, അതായത് നമ്മുടെ കൈയുടെ വണ്ണം, കൈ വണ്ണത്തിൻ്റെ പകുതി ഒരു അരയിഞ്ച് താഴ്ത്തി വെച്ചിട്ട് വേണം നമ്മൾ അത് അടയാളപ്പെടുത്താൻ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അരയിഞ്ച് അവിടെ പോവും. അപ്പോൾ കൈവണ്ണം എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നുവെച്ചാൽ അതിന് ശേഷം നമുക്കിത് സ്ലീവ് അലവൻസ് എക്സ്ട്രായും കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൈയിൻ്റെ വലിപ്പം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കുറച്ചിട്ട് ഇതിൽ കട്ട് ചെയ്താൽ മതി. ഇനി ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യും. അതിപ്പോൾ ഇതിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ കോൺട്രാസ്റ്റ് പീസ് വെച്ച് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ വലിയ സൈസ് നൈറ്റി അല്ലേ, അപ്പം ഇതിൽ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പോയിൻ്റൊക്കെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു കട്ടൊക്കെ വരുന്നത്, അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ അഡ്ജസ്റ്റ് ആവും. അങ്ങനെ നമ്മൾ സ്ലീവ് റെഡി ആക്കിയിട്ട് ചെറിയൊരു സ്ലീവാണ് കിട്ടിയിട്ടുള്ളത്. ആ ലെങ്ത്ത് നമുക്ക് എക്സ്ട്രാ പീസ് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഈ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് ഉപയോഗിക്കാം. ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു സിമ്പിൾ ഒരു പീസ് ഏതെങ്കിലും ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തയ്ച്ചിട്ട് മറിച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ക്യാൻവാസ് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. ഞാനിതിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ നെക്ക്, അതായത് നല്ല വശം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തോളൂ. കാരണം വലിയ ഈ പോയിൻറ്റും ആ പോയിൻറ്റൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു പിൻ ചെയ്ത് കൊടുത്താൽ കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് വലിഞ്ഞ് പോകും. അപ്പോൾ നെക്കൊന്ന് മലന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം, അതാണ് നല്ലത്. ഇതിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറ്റത്ത് കൂടെ അരയിഞ്ച് സെയിം എലമെൻറ്റ്സ്, അത് അരയിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഈ നെക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ പീസും ഞാനും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ കട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഇങ്ങോട്ട് അറ്റത്തേക്ക് വരുന്നത്, അതിൽ കൃത്യമായിട്ട് കൊടുക്കണം. എന്നാലും നമുക്ക് മറിച്ചിടുമ്പോൾ ആ പോയിൻ്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇതിങ്ങനെ മറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തു കൂടി ഇത് ഒന്ന് തയ്ച്ചെടുക്കാം. ഇത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തല്ലോ ഒരു ക്യാൻവാസ് പീസ്, അത് നമുക്ക് നേരത്തെ കാണിച്ച ആ പിങ്ക് തുണി, അതായത് നമ്മൾ ഏത് കോൺട്രാസ്റ്റ് പീസാണോ ഇതിന് വേണ്ടി എടുക്കുന്നത് ആ തുണിയിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഞാനിവിടെ അയൺ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അതിന് ചുറ്റും കുറച്ച് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എക്സ്ട്രാ വരുന്ന രീതിയിൽ ഇതിങ്ങനെ ചുറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. താഴത്തോട്ട് കുറച്ച് എക്സ്ട്രാ കൊടുത്തോളൂ. കാരണം ഞാനക്ക് തയ്ച്ച് വന്നപ്പം താഴെ നമ്മൾ ഫിക്സ് ചെയ്താൽ വന്നപ്പോൾ കുറച്ചൊന്ന് കുറവായി പോലെ തോന്നി. അപ്പോൾ താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ബുദ്ധിമുട്ട് വരില്ല. ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം 1/2 ഇഞ്ച്, ബാക്കി എല്ലാ സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇഞ്ച് കൊടുത്തതിന് ശേഷം താഴെ ഭാഗത്ത് ഇങ്ങനെ കേവ് വരുന്ന താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മുകൾ ഭാഗത്ത് വി പോലെ വരുന്ന ഭാഗത്ത് മാത്രം നിങ്ങൾ 2 പീസും കൂടി ചേർത്തിട്ട് തയ്ച്ചു കൊടുക്കണം. എന്നിട്ടത് നല്ല വശത്തേക്ക് മറിച്ചിടണം. എന്നിട്ട് നമ്മളൊരു ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അകത്തൊക്കെ പീസുകളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാം 2 പീസ് കൂടി ചേർത്തിട്ട് ഒരു ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ട് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് സീം എലമെൻറ്റ്സ് വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഈ പിങ്ക് നൂലെടുത്തിട്ട് പിങ്കിൽ വരുന്ന, അതായത് ഇത് മറിച്ചിട്ടതിന് ശേഷം ആ പച്ചയിൽ തയ്ക്കരുത്,
പിങ്കിൽ അത് രണ്ടിൻ്റെയും ഈ പിങ്കും ഈ പച്ചയും വരുന്ന ആ കൃത്യം ആ പോയിന്റിൽ വെച്ചിട്ട് ഒരു തയ്യൽ കൊടുക്കണം. ഇത് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് അതിലും ഇതിലും രണ്ടിലും പെടരുത്. കൃത്യം ആ പോയിന്റിൽ വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനൊരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുക. ഇത് വെറും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഈ നമ്മുടെ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ കിട്ടും. നൈറ്റി തയ്ക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് കൃത്യം അവിടെ അങ്ങനെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കിയ ഈ പീസിൻ്റെ മുകൾ ഭാഗത്തും ആ വി വരുന്ന ഭാഗത്തും ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് നമ്മുടെ മെയിൻ പീസിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം കുറച്ച് ഒരു ഇത് വന്നു, കാരണം ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് താഴെ ഭാഗത്തേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചെന്തോ കുറവ് വന്ന പോലെ തോന്നും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഫസ്റ്റൊക്കെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തോളൂ, അതാണ് നല്ലത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് ബാക്ക് പീസ് ആയിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നെക്കും നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. 3-4 ചെറിയ ചെറിയ പീസൊക്കെ ജോയിൻ്റ് ചെയ്തിട്ടുള്ളത്, അത്രേ തുണിയുള്ളൂ. അപ്പോൾ ഉള്ളതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെട്ടിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അവിടെയും ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാം. ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ അറിയാലോ, നമ്മുടെ ഈ ക്രോസ് പീസും ബാക്ക് നെക്കും വരുന്നതിൻ്റെ ആ കൃത്യം പോയിന്റിൽ വെച്ചിട്ട് വേണം ഷോൾഡർ യോജിപ്പിച്ചെടുക്കാൻ. അതിൽ കാണിച്ചിട്ടില്ല, ഞാൻ ഒരുപാട് 2-3 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ബാക്കി വരുന്ന ഈ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ 2 നെക്കും ഫിനിഷായി കിട്ടും. അങ്ങനെ നമ്മുടെ ഈ പാർട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിക്കാൻ വേണ്ടി, സ്ലീവിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പീസുകൾ നടുക്കൊരു സ്റ്റിച്ച് വരും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടുള്ള പ്രശ്നമാണിത്. ഈ പ്രിൻറ്റ് വരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പ്രിൻറ്റ് തലതിരിഞ്ഞ് വരും. അങ്ങനെ വരുന്നത് പ്രശ്നമില്ലെങ്കിൽ കട്ട് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ അതായത് പ്രിൻറ്റ് റെഗുലറായിട്ടുണ്ടാകുന്ന പ്രിൻറ്റുകളൊക്കെ ഇല്ലേ, ഇതിങ്ങനെ കൃത്യമല്ലാത്ത അങ്ങനെയുള്ളതാകുമ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വലിയ ബോർ തോന്നില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഈ 2 പോയിൻ്റ് അതായത് 2 പീസും യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അത് പിന്നെ ഒരു ഭംഗിയായിരിക്കും. ഇവിടെ ഇങ്ങനെ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശത്ത് ഇത് വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചു കൊടുത്തിട്ട് മുമ്പിലേക്ക് ഇങ്ങോട്ട് മടക്കി, ഇതുപോലെ മടക്കി ഇങ്ങനെ വരിക. ഇങ്ങനെ മടക്കിയിട്ട് ഒരു ചെറിയൊരു മടക്ക് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനൊരു ഭംഗിയുമായി, അതുപോലെ കുറച്ച് ലെങ്ത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്, 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ നടുക്ക് പോയിൻ്റ് ഇനി കട്ടൊന്നും കൊടുക്കേണ്ട, കാരണം നമ്മൾ ജോയിൻ്റ് ചെയ്ത പോയിൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഷോൾഡറിൻ്റെ കൃത്യം ജോയിൻറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിലേക്കുമായി തയ്ച്ചു കൊടുക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഷോൾഡറിനും സ്ലീവ്സിനൊക്കെ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നൈറ്റിയൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്, സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തുന്നൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ സ്ലീവ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് 2 കൈയുടെയും. ഇനി നമ്മൾ എല്ലായിടത്തും 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കണക്കിന് സ്ലീവ് മുതൽ താഴെ വരെ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ടൊന്ന് തയ്ച്ചെടുക്കണം. അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം താഴെ ഭാഗത്തും അതുപോലെ താഴത്തോളം തയ്ച്ച് വന്നതിന് ശേഷം മടക്കി 1 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ആദ്യം 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഇനി 2 ഇഞ്ച് വേണമെങ്കിൽ, കുറച്ച് വീതിയിൽ വേണമെങ്കിൽ 2 ഇഞ്ച് അങ്ങനെ മടക്കി കൊടുക്കാം. അങ്ങനെ താഴെ വശവും മടക്കി തയ്ച്ചു കൊടുക്കണം. ഇനി ഇതിന് മുമ്പിലൊരു ബോ പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് വരുന്ന ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ 2ആയി മടക്കി ഒരു നേർത്ത നാട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്വയർ പീസ് പകുതിക്ക് മടക്കി ട്രയാങ്കിൾ പീസ് പോലെ ആക്കിയതിന് ശേഷം ആ കോർണറിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ആയി കിട്ടും. ഇനി ഇതിങ്ങനെ മടക്കി കൊടുത്താൽ നമുക്ക് ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഒരു ഡിസൈൻ.
ഇതും കൂടി ഒന്ന് പിടിപ്പിച്ചാൽ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ ഒരു ബട്ടൺസോ മറ്റോ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് മതിയെങ്കിൽ ഇങ്ങനെ മതി. ഇങ്ങനെ ആക്കിയതിന് ശേഷം നൈറ്റിയിൽ നമ്മൾ ആ പിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ നടുവിലോ അല്ലെങ്കിൽ കുറച്ച് താഴെയായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് ഒന്നുകിൽ കൈ കൊണ്ട് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2-3 സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതവിടെ ഫിക്സ് ആയി കിട്ടും. വേണമെങ്കിൽ നടുക്കൊരു ബട്ടൺസൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഡിസൈനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ നല്ല നല്ല സ്റ്റിച്ചിങ് വീഡിയോസും ഡിസൈനിങ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, കാണുമ്പോൾ നല്ല ലുക്കാണ്. മാക്സി അതും ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കട്ടിങ്ങും ഒന്നും വ്യത്യാസമില്ല, ഒരളവ് മാത്രം എക്സ്ട്രാ എടുക്കുന്നുള്ളൂ. ഏറ്റവും വീട്ടിൽ വെച്ച് സ്റ്റിച്ചൊക്കെ ചെയ്യുകയും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഡിസൈനാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.